ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. അയ്യോ ഫ്രെയിമിൽ ആരാത്? ഫ്രെയിമിലാരാ? ആരാ ഫ്രെയിമില്? ഹലോ നിങ്ങളാ ഫ്രെയിമില്? നിങ്ങളാ അത് ആരാ? എങ്ങോട്ടാ പോന്നേ? ഞാനാണ് ഫ്രെയിമില്. ആ ഈ കണ്ടം പോലെ ഇരിക്കുന്നത് ഫ്രെയിമാണോ? അതെ. അയ്യോ, നിങ്ങൾ ആരാ? ഞാൻ വീണയുടെ ഡ്രൈവറാ. വീണയുടെ തന്ത്രി, വീണയുടെ പിന്നെ നാദം എന്നൊക്കെ കേട്ട് വീണയുടെ ഡ്രൈവറോ? ഇയാളെ കളിയാക്കണോ? എന്ത് ഹേ മനുഷ്യൻ, ഞാൻ സിനിമ നടി വീണയുടെ ഡ്രൈവറാ. വീണ നായരുടെ. ആ അതെ അതെ. എടാ ഒരു ബഹുമാനമൊക്കെ വേണ്ടേ? മുതലാളിയെ ചേച്ചിന്ന് വിളിച്ചൂടെ ഒന്ന്? ആ അത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വീണ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പേര് വിളിക്കരുത്, ചേച്ചിന്ന് വിളിക്കരുത്. കാരണം അവരുടെ പ്രായം പുറത്തറിയാം. അതുകൊണ്ടേ പേര് വിളിച്ചു വേണേ എടീന്ന് വരെ വേണമെങ്കിൽ വിളിച്ചോളാനാ പറഞ്ഞത്. അതെ ഞാനങ്ങനെ വിളിക്കാം. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ആ മറ്റേ ഫോൺ ഉണ്ടായിരുന്നു. ആരുടെ? കിണ്ടിരാമാന്ന് പറഞ്ഞൊരു പെണ്ണുമ്പിള വിളിച്ചു. എടാ ഇത് കെ ഇന്ദിരാമ്മ. ഹേ ഇന്ദിരാന്നാണോ? ആ എന്നിട്ട് എന്തിനാ കിണ്ടിരാമാന്ന് എഴുതിയേക്കണേ? എന്തോ നേടാ കാലമാടൻ. കാലമാടനല്ലേ? അതാ ചിരിക്കുന്നേ. എടാ കലേഷ് എന്നാണ് എന്റെ പേര്. ഇല്ല കാലമാടൻ. ഇന്നലെ വീണ പറഞ്ഞേ, ഓ നാളെ അമൃതയിൽ ഒരു പരിപാടിയുണ്ട്, ഒരു കാലമാടന്റെ മുമ്പിൽ കാലത്ത് പോലും വൈകുന്നേരം വരെ നിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ നോക്കിയിട്ട് കാലമാടനായിട്ട് നിങ്ങളാ എനിക്ക് ആ മുഖമൊക്കെ ഞാനങ്ങനെ പറയൂ കലേഷേട്ടാ? ഞാനെപ്പോ പറഞ്ഞു? 7:30 അമൃതയെന്ന് ഫോൺ വന്നിട്ട് ദൈവമേ ഇനി നാളെ ആ കാലമാടന്റെ അടുത്ത് ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ താടിയും മുടിയൊക്കെ ഉള്ള പുള്ളിക്കല്ലേ താടി. അയ്യോ അത് അങ്ങനെ അല്ല മഞ്ജു ചേച്ചി, കലേഷേട്ടാ അത് അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ താടിയും മുടിയൊക്കെ ഉള്ള കലാമാന്ത്രികനെ അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കും. ഈ ആട്ടുമുട്ടന്റെ മുഖമുള്ള ഈ പുള്ളിയാണോ കലാമാന്ത്രികൻ? എന്റെ ദൈവമേ. അതെ തമാശക്ക് പറഞ്ഞാണെങ്കിൽ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് കറക്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? പൂതനല്ലേ? പൂതന. ഇന്നലെ പൂതനാന്ന് ഒരു ടീമിനെ പറഞ്ഞില്ല, ഒരു പെണ്ണിനെ. അത് പുള്ളിക്കാരത്തിനാണ്. ഈ പുള്ളിക്കാരത്തിനാണ്. നീ എന്നെ പൂതനാന്ന് വിളിച്ചോ? അല്ലല്ല ചേച്ചി, ചേച്ചിനല്ല പുള്ളിക്കാരത്തിനെ പൂതനാന്ന് വിളിച്ച. എനിക്കറിയാം എന്റെ പൊന്നെന്നെ ചേച്ചീനെ ഭദ്രാളിന്നാ വിളിച്ച. ഇല്ലേ വീണ? അടിക്കണ്ട. നീ എന്നെ ഭദ്രകാളിന്ന് വിളിച്ചോ? മോശമായി പോയി വീണ. അയ്യോ ഒരിക്കലും നിലനിന്നത് പ്രതീക്ഷിച്ചില്ല. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചു? ഭദ്രകാളിന്ന് വിളിച്ചു. ഫോട്ടോയിൽ വരെ കാണിച്ചോണ്ട് ഈ പുള്ളിയുടെ അല്ലെ ഈ ദേവിയുടെ മുഖമാണ് ചേച്ചിക്കെന്ന് വരെ പറഞ്ഞു. കണ്ടോ വീണ, നീ ചെയ്തത് മോശമായി പോയി. ഞാൻ എന്താ ചെയ്തിട്ടാണ്? ചേച്ചി ചൂടാവില്ല. വീണയോട് ചൂടാവരുത്. വീഡിയോട് ചൂടാക്കാൻ ഞാൻ ഭക്ഷണമൊക്കെ തട്ടി തെറിപ്പിക്കും. ഇന്നാള് ഹോട്ടലിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ കയറി. പുള്ളിക്കാരത്തിനെ കെട്ടിയാൻ ചൂടായി. ഒരൊറ്റ തട്ട് സാമ്പാറിന്റെ ബക്കറ്റ് കറങ്ങി നേരെ പുള്ളിയുടെ തലയിൽ. ഞാൻ നോക്കുമ്പോ ഒരു പഠനം ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര വിഷയ. നീ ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അതെ വീണ ഇങ്ങനത്തെ മണ്ടന്മാരെയൊന്നും കൂടെ കൊണ്ട് നടക്കരുത് കേട്ടോ. എന്ത് മണ്ടനോ? ആ ഞാൻ മണ്ടനാണോ? അല്ല നിങ്ങള് ബുദ്ധിമാനാ. ഈ ദുൽഖർ സൽമാനും ഞാനൊക്കെ ഒരു പാതയിൽ ജീവിക്കുന്ന ആളുകളാ. അതിന് ആ സൈസ് വർത്താനോ നമ്മളെടുത്ത് സംസാരിക്കരുത്. അല്ലെ ഈ ദുൽഖർ സൽമാന്റെ വാപ്പ സിനിമാ നടനായതുകൊണ്ട് പുള്ളി സിനിമാ നടനായി, എന്റെ അച്ഛൻ ഡ്രൈവർ ആയതുകൊണ്ട് ഞാൻ ഡ്രൈവറായി. അങ്ങനെ ഞങ്ങൾ ഒരു റൂട്ടിൽ സഞ്ചരിക്കുന്ന. നീ പോയി നമ്മുടെ ബെൻസ് ആ വേലത്ത് നിന്ന് മാറ്റിയിട. എന്തോ ബെൻസ് അല്ല ഇനോവയാ? സ്കോഡയാ അല്ലടാ? എങ്ങനെ പെപ്സി ആണോ? അയ്യോ അല്ല നമ്മള് മറ്റേ ഡിസൈറിലല്ലേ വന്നേ? പിന്നെ മാരുതിയുടെ മറ്റേ 800 അല്ലേ? അതോ അതെ മാരുതിയുടെ കള്ളം പറയരുത് ബിനു. ഇവള് കള്ളം പറയുന്ന ചോദിക്കാം. നീ കൂടെ കള്ളം പറയരുത് ബിനു. സത്യം കള്ളം പറയരുത്. എന്റെ ഓട്ടോയുടെ കിക്കറാണ് സത്യം. 800 ഓട്ടോ ആയിരുന്നല്ലേ? അല്ല ഇന്ന് മാത്രം ഞാനത് പുള്ളിക്കാരത്തി പറഞ്ഞോണ്ട് ഇങ്ങനെ ഇല്ലിത്തുറുവിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടേക്കുക. ഇല്ലിക്കാടില്ലേ, പഞ്ചറാവോ എന്തോ എനിക്കറിയാം. എന്നിട്ട് ഇങ്ങനെ എന്നിട്ടേ പോകാൻ നേരത്ത് എന്റെ ബെൻസ് വന്നില്ലല്ലോ എന്ന് പറയുമ്പോ ഞാൻ ഓട്ടോയിൽ വന്നിട്ട് ചേച്ചി തമ്പാനൂർക്കാണ് ഞാൻ ഇറക്കി തരാന്ന് എന്നോട് പറയാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മിക്ക ദിവസം നടന്നാ പോവാറ്. നീ ഇപ്പൊ എന്തിനാ നീ ഒന്ന് പോയേ? നമ്മുടെ ബെൻസ് എടുത്ത് ഞാൻ ബാക്കിലേക്ക് ഇട്ട് എപ്പോഴാ എന്റെ ഓട്ടോയുടെ പേര് ബെൻസ് എന്നായി പോയത്. എന്റെ കുഴപ്പമാണോ? അവന്റെ ഓട്ടോയുടെ പേര് പറഞ്ഞത് നിനക്കെന്നാടി?
ഇപ്പൊ എനിക്ക് കുറ്റം. പിന്നല്ലേ ഇത്ര നേരം നീ അല്ലായിരുന്നു കള്ളം പറഞ്ഞോണ്ടിരുന്നേ? അല്ല അവൻ ഫ്രെയിമിൽ കയറി വന്നല്ലായിരുന്നു ആദ്യത്തെ കുറ്റം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര സത്യം അറിയാൻ പറ്റി. കരേഷേ പ്രോഗ്രാം തുടങ്ങും. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. അടുത്തതായി ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത് നമ്മള് കേരള മാൽക്കം ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തതായിട്ട് ആരുമില്ല. അത്രയും ഫാൻസ് ആണ് നമ്മുടെ കേരള മാൽക്കം ടീമിനുള്ളത്. അപ്പോൾ അതിലെ ഓരോ പെർഫോമേഴ്സും പുലികളാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്നും ഒരു കുരുവിയാണ് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത്. നമ്മുടെ കുഞ്ഞിക്കുരുവി ഒറ്റയ്ക്ക് ഒരു പെർഫോമൻസ് ലീഡ് ചെയ്യാൻ പോവാ, ഒറ്റയ്ക്ക് ഒരു പെർഫോമൻസ് ചെയ്യാൻ പോവാ. യെസ്, കുഞ്ഞിക്കുരുവി റിംഗ് എവിടെ? റിംഗിലാണ് ഇന്ന് കുരുവിയുടെ അഭ്യാസ പ്രകടനം. നമുക്ക് കാണാം. സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം കുരുവി.
പോവാം